ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോ വിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷദാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭസായാഹ്നം. എല്ലാവർക്കും നമസ്കാരം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 52-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മുചുകുന്ദൻ്റെ കഥാവശേഷം, അതുപോലെ ജരാസന്ധൻ്റെ ആക്രമണത്തിൻ്റെ അവസാന ഭാഗം, അത് കഴിഞ്ഞ് ഭഗവാൻ ദ്വാരകയിൽ തിരിച്ചു ചെല്ലുന്നതും, ബലരാമസ്വാമിയുടെ വിവാഹം, അതിനുശേഷം ഭഗവാന്റെ വിവാഹങ്ങളുടെ ആരംഭം. അപ്പോൾ അതിലാദ്യത്തെ വിവാഹമായിട്ട് രുക്മിണീ സ്വയംവരം, അത് ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് ആരംഭിക്കുന്നത്. രുക്മിണീ സ്വയംവര പ്രസ്താവം ആരംഭിക്കുന്നത് 18-ാം ശ്ലോകം മുതൽക്കാണ്. നമുക്ക് ഈ അധ്യായം 44 ശ്ലോകം വായിക്കാം. എന്നിട്ട് ഓരോ ശ്ലോകങ്ങളായി കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 55-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഇത്തം സോനുഗൃഹീതോऽംഗ കൃഷ്ണേന ഇക്ഷ്വാകുനന്ദനഃ തം പരിക്രമ്യ സന്നമ്യ നിശ്ചക്രാമ ഗുഹാമുഖാത്. സവീക്ഷ്യ ക്ഷുല്ലകാൻ മർത്യാൻ പശൂൻ വീരുദ്വനസ്പതീൻ മത്വാ കലിയുഗം പ്രാപ്തം ജഗാമ ദിശമുത്തരാം. തപശ്രദ്ധായുതോ ധീരോ നിസ്സംഗോ മുക്തസംശയഃ സമാധായ മനഃകൃഷ്ണേ പ്രാവിശദ്ഗന്ധമാദനം. ബദര്യാശ്രമമാസാദ്യ നരനാരായണാലയം സർവദ്വന്ദ്വസഃ ശാന്തഃ തപസാരാധയദ്ഹരിം. ഭഗവാൻ പുനരാവ്രജ്യ പുരീം യവനവേഷ്ടിതാം ഹത്വാ മ്ലേച്ഛബലം നിന്യേ തദീയം ദ്വാരകാം ധനം. നീയമാനേ ധനേ ഗോഭിഃ നൃഭിശ്ചാച്യുതചോദിതൈഃ ആജഗാമജരാസന്ധഃ ത്രയോവിംശത്യനീകവഃ. വിലോക്യ വേഗരവസം രിപുസൈന്യസ്യ മാധവൗ മനുഷ്യചേഷ്ടാമാപന്നൗ രാജൻ ദുദ്രുവദുർദ്രുതം. വിഹായ വിത്തം പ്രചുരം അഭീതൗ ഭീരുഭീതവത് പദ്ഭ്യാം പദ്മപലാശാഭ്യാം ചേരദുർബഹുയോജനം. പലായമാനൗ തൗ ദൃഷ്ട്വാ മാഗതഃ പ്രഹസൻ ബലി അന്വധാവത് രഥാനീകൈഃ ഈശയോർ അപ്രമാണവിത്. പ്രദ്രുത്യ ദൂരം സംശ്രാന്തൗ തുംഗമാരുഹതാം ഗിരിം. പ്രവർഷണാഖ്യം ഭഗവാൻ നിത്യദാ യത്ര വർഷതി. ഗിരൗ നിലീനൗ ആജ്ഞായ നാദിഗമ്യ പദം നൃപ. ദദാഹ ഗിരിം ഏതോഭിഃ സമന്താത് അഗ്നിമുത്സൃജൻ. തദ ഉൽപത്യ തരസാ ദഹ്യമാനതടാദുഭൗ. ദശൈകയോജനോത്തുംഗാത് നിപേതദുർ അധോ ഭുവി. അലക്ഷ്യമാണൗ രിപുണാ സാനുഗേന യദുത്തമൗ. സ്വപുരം പുനരായാതൗ സമുദ്രപരിഘാം നൃപ. സോപി ദഗ്ധൗ ഇതി മൃഷാമന്വാനോ ബലകേശവൗ. ബലമാകൃഷ്യ സുമഹൻ മഗധാൻ മാഗധോ ജയൗ. ആനർത്താധിപതി ശ്രീമാൻ റൈവതോ രേവതീം സുതാം. ബ്രഹ്മണാ ചോദിതഃ പ്രാതാത് ബലായേതി പുരോദിതം. ഭഗവാനപി ഗോവിന്ദഃ ഉപയേമേ കുരുദ്വഃ.
വൈദർഭീം ഭീഷ്മകസുതാം ശ്രിയോ മാത്രാം സ്വയംവരെ പ്രമത്യ തരസാരാജ്ഞഃ സാൽവാദീൻ ചൈദ്യപക്ഷകാൻ പശ്യതാം സർവലോകാനാം താർക്ഷ്യപുത്രസുധാമിവ. രാജോവാച ഭഗവാൻ ഭീഷ്മകസുതാം രുക്മിണീം രുചിരാനനാം രാക്ഷസേന വിധാനേന ഉപയേമ ഇതി ശ്രുതം. ഭഗവൻ ശ്രോതുമിച്ഛാമി കൃഷ്ണസ്യാമിത തേജസഃ യദാമാഗതസാൽവാദീം ജിത്വാ കന്യാമുപാഹരത്. ബ്രഹ്മൻ കൃഷ്ണകഥാ പുണ്യാ മാധ്വീർലോകമലാപഃ കോ नु തൃപ്യേത ശൃണ്വാനഃ ശ്രുതജ്ഞോ നിത്യനൂതനാഃ. ശ്രീശുക ഉവാച രാജാസീത് ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ തസ്യ പഞ്ചാഭവൻ പുത്രാഃ കന്യൈകാ ച വരാനന. രുക്മ്യഗ്രജോ രുക്മരഥോ രുക്മബാഹുരനന്തരഃ രുക്മകേശോ രുക്മമാലീ രുക്മിണ്യേഷാം സ്വസാ സതി. സോപസൃത്യ മുകുന്ദസ്യ രൂപവീര്യഗുണശ്രിയഃ ഗൃഹാഗതൈർഗീയമാനാഃ തം മേനേ സദൃശം പതിം. താം ബുദ്ധിലക്ഷണൗദാര്യരൂപശീലഗുണാശ്രയാം കൃഷ്ണശ്ച സദൃശീം ഭാര്യാം സമുദ്വോഢും മനോദധേ. ബന്ധൂനാമിച്ഛതാം ദാതും കൃഷ്ണായ ഭഗിനീം നൃപ. തതോ നിവാര്യ കൃഷ്ണദ്വിഡ് രുക്മീ ചൈദ്യം അമന്യത. തദവേത്യാസിതാപാംഗീ വൈദർഭീ ദുർമനാഭൃശം. വിചിന്യാപ്തം ദ്വിജം കഞ്ചിത് കൃഷ്ണായ പ്രാഹിണോ ദ്രുതം. ദ്വാരകാം സ സമഭ്യേത്യ പ്രതീഹാരൈഃ പ്രവേശിതഃ. അപശ്യത് ആദ്യം പുരുഷം ആസീനം കാഞ്ചനാസനെ. ദൃഷ്ട്വാ ബ്രഹ്മണ്യദേവസ്തം അവരുഹ്യ നിജാസനാത് ഉപവേശ്യാർഹയാൻ ചക്രേ യദാത്മാനം ദിവൗകസഃ. തം ഭുക്തവന്തം വിശ്രാന്തം ഉപഗമ്യ സതാം ഗതിഃ പാണിനാഭിമൃശൻ പാദൗ അവ്യഗ്രസ്തം അപൃച്ഛത. കച്ചിദ്വിജവരശ്രേഷ്ഠാ ധർമ്മസ്തേ വൃദ്ധസമ്മതഃ വർത്തതേ നാതികൃത്ശ്രേണ സന്തുഷ്ടമനസഃ സദാ. സന്തുഷ്ടോ യർഹി വർത്തേത ബ്രാഹ്മണോ യേന കേനചിത് അഹീയമാനസ്വാദ്ധർമാത് സഹ്യസ്യാഖില കാമദുഃഖ. അസന്തുഷ്ടോ അസകൃല്ലോകാനാപ്നോത്യപി സുരേശ്വരഃ അകിഞ്ചനോപി സന്തുഷ്ടഃ ശേതേ സർവാംഗവിജ്വരഃ. വിപ്രാൻ സ്വലാഭസന്തുഷ്ടാൻ സാധൂൻ ഭൂതസുഹൃത്തമാൻ നിരഹങ്കാരിണഃ ശാന്താൻ നമസ്യേ ശിരസാ സകൃത്. കച്ചിദ്വക്കുശലം ബ്രഹ്മൻ രാജതോ യസ്യ ഹി പ്രജാഃ സുഖം വസന്തി വിഷയേ പാല്യമാനാഃ സമേ പ്രിയഃ. യതസ്ത്വം ആഗതോ ദുർഗം നിസ്തീര്യേഹ യദിച്ഛയാ സർവം നോ ബ്രൂഹ്യഗുഹ്യം ചേത് കിം കാര്യം കരവാമതേ. ഏവം സംസ്പൃഷ്ട സംപ്രശ്നോ ബ്രാഹ്മണഃ പരമേഷ്ഠിനാ ലീലാഗൃഹീതദേഹേന തസ്മൈ സർവം അവർണ്ണയത്. രുക്മിണ്യുവാച ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർഹരതോംഗതാപം. രൂപം തൃശാം ദൃശിമതാം അഖിലാർത്തലാഭം ത്വയ്യച്യുതാവിശതി ചിത്തം അപത്രപം മേ. കാത്വാ മുകുന്ദ മഹതീ കുലശീലരൂപ വിദ്യാവയോ ദ്രവിണധാമഭിരാത്മതുല്യം. ധീരാപതിം കുലവതീന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം. തന്മേ ഭവാൻ ഖലു ഹൃദപതിരംഗജായാം ആത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിധേഹി. മാ വീരഭാഗം അഭിമർശതു ചൈദ്യാരാത് ഗോമായുവത് മൃഗപതേഃ ബലിമംബുജാക്ഷ. പൂർത്തേഷ്ടദത്ത നിയമവ്രതദേവ വിപ്രഗുർവർച്ചനാദിഭിരലം ഭഗവാൻ പരേശഃ. ആരാധിതോ യദി ഗദാഗ്രജയേത്യ പാണിം ഗൃഹാതു മേ ന ദമഘോഷസുതാദയോന്യേ. ശോഭാവിനി ത്വമജിതോദ്വഹനേ വിദർഭാൻ
ഗുപ്തസമേത്യ പൃതനാപതിഭിപ്പരീതഃ നിർമധ്യ ചൈദ്യമഗധേന്ദ്രബലം പ്രസഹ്യ മാം രാക്ഷസേന വിധിനോദ്വഹ വീര്യശുൽകാം അന്തഃപുരാന്തരചരീം അനിഹത്യ ബന്ധൂൻ ത്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുപായം. പൂർവേദ്യുരസ്തി മഹതീ കുലദേവി യാത്ര യസ്യാം ബഹിർനവവധൂർഗിരിജാമുപേയാത് യസ്യാംഗ്രിപങ്കജരജസ്നപനം മഹാന്തോ വാഞ്ചന്ത്യുമാപതിരിവാത്മതമോപഹത്यै യർഹ്യംബുജാക്ഷ ന ലഭേയ ഭവത്പ്രസാദം ജഹ്യാം അസൂൻ വ്രതകൃശാൻ ശതജന്മഭിः സ്യാത്. ബ്രാഹ്മണ ഉവാച ഇത്യേതേ ഗുഹ്യസന്ദേശാ യദുദേവ മയാ ഹൃതാഃ വിമൃശ്യ കർത്തും യച്ഛാത്ര ക്രിയതാം തദനന്തരം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യുദ്വാഹ പ്രസ്താവേ 55-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ മുചുകുന്ദൻ്റെ കഥയും മുചുകുന്ദൻ്റെ സ്തുതിയും അതിഗംഭീരമായിട്ടുള്ള സ്തുതി നമ്മൾ കണ്ടു. അദ്ദേഹം അവസാനം ഭഗവാനോട് ഭക്തി, ഏകാന്ത ഭക്തി ഭഗവാന്റെ പാദങ്ങളിൽ തന്ന് അനുഗ്രഹിക്കാനാണ് വരമായി ചോദിച്ചത്. അങ്ങയുടെ പാദസേവനത്തിൽ നിന്ന് അന്യമായിട്ട് വേറൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അപവർഗദായകനായ അങ്ങയെ പ്രാപിച്ച് അങ്ങയെ ആരാധിച്ച് ഏതെങ്കിലും വിവേകമുള്ളവൻ ആര്യൻ ആത്മബന്ധനം വരം വൃണീത അവനവനെ ബന്ധിക്കുന്നതായിട്ടുള്ള വരം വല്ലതും വരിക്കുമോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിലുമുള്ള ആസക്തിയെ ഞാൻ വെടിഞ്ഞുകൊണ്ട്, അതെല്ലാം ഗുണബന്ധനമുള്ളതാണ്, സത്വം രജസ് തമസ് എന്നുള്ള ഗുണങ്ങൾ കൊണ്ട് ബന്ധിക്കുന്നതാണ്, അതൊന്നും എനിക്ക് വേണ്ട. പക്ഷേ ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ത്വാം ജ്ഞപ്തിമാത്രം പുരുഷം വ്രജാമ്യഹം. നിരഞ്ജനനും നിർഗുണനും അദ്വയനും പരനുമായ ജ്ഞപ്തിമാത്ര സ്വരൂപനായ ചൈതന്യമൂർത്തിയായ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ എത്രയോ കാലമായി പാപങ്ങളെ കൊണ്ട് വിഷമിച്ചുകൊണ്ട് തപിച്ചുകൊണ്ടിരുന്നവനായിട്ടുള്ള ഇന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന ശത്രുക്കളാൽ പീഡിതനായിരുന്ന, ശാന്തി ലഭിക്കാതിരുന്ന എനിക്ക് എങ്ങനെയോ അങ്ങയുടെ സമീപം വന്നു ചേർന്നിരിക്കുന്നു തോൽപദാബ്ജം. അതുകൊണ്ട് ആ അഭയവും അമൃതവും ഹൃതവും അശോകവുമായ അങ്ങയുടെ പാദകമലങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന എന്നെ പാഹിമാ, എന്നെ രക്ഷിച്ചാലും എന്നെ പരിപാലിച്ചാലും എനിക്ക് അങ്ങയുടെ അഭയം തന്ന്, അങ്ങയുടെ പാദങ്ങളിൽ അഭയം തന്ന് എന്നെ രക്ഷിച്ചാലും സത്യം പരം ധീമഹി എന്നുള്ള പ്രാർത്ഥന തന്നെ. അതിന് ഭഗവാൻ മറുപടി കൊടുത്തു. അങ്ങയുടെ ബുദ്ധി ഇപ്പോൾ ശുദ്ധമായിരിക്കുന്നു, നല്ല ഊർജിതമായിരിക്കുന്നു. വരങ്ങളെ കൊണ്ട് പ്രലോഭിപ്പിച്ചിട്ടും അങ്ങ് യാതൊന്നും കാമങ്ങളൊന്നും ചോദിച്ചില്ല. അപ്പോൾ അങ്ങയുടെ മനസ്സിപ്പോൾ ഏകാന്തമായി എന്നിൽ ഉറച്ചിരിക്കുന്നു. അങ്ങയുടെ ബുദ്ധിക്ക് യാതൊരു ഭ്രമവും ഭേദഭാവവും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ്. എങ്കിലും പ്രാണായാമാദി യോഗാഭ്യാസങ്ങളെ കൊണ്ട് മനസ്സിനെ
അടക്കാൻ ശ്രമിച്ചാലും അത് വാസനകൾ പൂർണ്ണമായി ക്ഷയിക്കാത്തത് കൊണ്ട് വീണ്ടും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നിലുള്ള ഭക്തി വളരണം. അതിനായിക്കൊണ്ട് അങ്ങ് ഇനിയും മനസ്സെന്നിൽ ഉറപ്പിച്ചുകൊണ്ട് മഹീം കാമം വിചരസ്വ, ഭൂമിയെ ഇഷ്ടം പോലെ സഞ്ചരിക്കുക. തീർച്ചയായിട്ടും അങ്ങേക്ക് നിത്യത മയ്യ അനപായിനി ഭക്തി അസ്തു ഏവ, എന്നിൽ ഒരിക്കലും ഇളകാത്തതായിട്ടുള്ള, എന്നിൽ നിന്ന് അകലാത്തതായിട്ടുള്ള ഭക്തി തീർച്ചയായിട്ടും വർദ്ധിച്ചു വരും. അങ്ങ് മുമ്പ് ക്ഷത്രിയ ധർമ്മത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഒരുപാട് മൃഗങ്ങളെയും മറ്റുള്ളവരെയൊക്കെ ഹിംസിച്ചിട്ടുണ്ട്. ആ പാപങ്ങളെയെല്ലാം എന്നെ ആശ്രയിച്ചുകൊണ്ട് തപസ്സുകൊണ്ട് ആ മാലിന്യങ്ങളൊക്കെ അങ്ങ് കഴുകിക്കളയൂ. അനന്തര ജന്മത്തിൽ അങ്ങ് സർവഭൂത സുഹൃത്തമനായി ഒരു ദ്വിജവരനായി ഭവിച്ച്, ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായി ഭവിച്ച് കേവലനായ എന്നെ പ്രാപിക്കും. കേവലം മാം ഉപൈഷ്യസി, അദ്വിതീയനായ ആത്മസ്വരൂപനായ എന്നെ അങ്ങ് പ്രാപിക്കും. അങ്ങേക്ക് മോക്ഷം ലഭിക്കും. അപ്പോൾ ഈ ജന്മത്തിൽ അങ്ങേക്ക് മോക്ഷത്തിന് തടസ്സമായിട്ടുള്ളത് അല്പം കൂടി ചിത്തശുദ്ധി, അത് പൂർവ പാപങ്ങളുടെ ക്ഷയം സംഭവിക്കാനുണ്ട്. കുറച്ചുകൂടി വാസനകൾ ബാക്കിയുണ്ട്. ആ ക്ഷത്രിയ വാസനകൾ ഉള്ളിൽ കിടപ്പുണ്ട്. അത് പൂർണ്ണമായി പോകാൻ ഭക്തി കൊണ്ട് കഴുകിക്കളയുക. എന്നെ ചിന്തിച്ചുകൊണ്ട് നിസ്സംഗനായി ഈ ഭൂമിയിൽ സഞ്ചരിക്കുക. അപ്പോൾ എന്താ പറയുക, അല്ലെങ്കിൽ വാനപ്രസ്ഥ സന്യാസ ധർമ്മങ്ങളെ മുചുകുന്ദന് ഭഗവാൻ ഉപദേശിച്ചു. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടത്. ഇനിതാ നമ്മൾ പുതിയ അധ്യായത്തിൽ കിടക്കുന്നു. ഇതിൽ ആദ്യത്തെ ഒരു 4 ശ്ലോകങ്ങളെ കൊണ്ട് ഈ മുചുകുന്ദൻ്റെ കഥ ഉപസംഹരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജരാസന്ധൻ്റെ ആ ഒരു കഥയെക്കുറിച്ചും കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നു. അത് കഴിഞ്ഞ് ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് പറയുന്നു. നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് 25-तमोऽध्यायः. श्रीशुक उवाच इत्थं सोऽनुगृहीतोऽङ्ग कृष्णेनेक्ष्वाकुनन्दनः तं परिक्रम्य सन्नम्य निश्चक्रामगुहामुखात्. श्रीशुक उवाच इत्थं सोऽनुगृहीतोऽङ्ग कृष्णेनेक्ष्वाकुनन्दनः तं परिक्रम्य सन्नम्य निश्चक्रामगुहामुखात्. ശ്രീശുക ബ്രഹ്മർഷി കഥ തുടരുകയാണ്. ഇത്തം സഹ അനുഗൃഹീത. ഹേ അംഗ. അംഗ എന്നുള്ളത് പരീക്ഷിത്ത് രാജാവിനെ സുഖബ്രഹ്മർഷി സംബോധന ചെയ്തതാണ്. അല്ലയോ ശ്രേഷ്ഠനായ പരീക്ഷിത്ത് രാജാവേ, കഥ കേൾക്കൂ. ഇത്തം അനുഗൃഹീത സഹ. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട അവൻ. ആരായി അവൻ? ഇക്ഷ്വാകുനന്ദന എന്ന് പിന്നീട് പറഞ്ഞു. ആരാൽ അനുഗ്രഹിക്കപ്പെട്ടു? കൃഷ്ണേന. അപ്പൊ ഇത്തം കൃഷ്ണേന അനുഗ്രഹീത സഹ ഇക്ഷ്വാകുനന്ദന. ഇപ്രകാരം ഭഗവാൻ കൃഷ്ണനാൽ അനുഗ്രഹിക്കപ്പെട്ടവനായ ഇക്ഷ്വാകുനന്ദനായ സഹ അവൻ. ആരാ? മുചുകുന്ദൻ. ഇവിടെ ഇക്ഷ്വാകുനന്ദനൻ എന്നുള്ളത് നേരിട്ട് ഇക്ഷ്വാകുവിന്റെ പുത്രൻ എന്നുള്ള അർത്ഥത്തിലല്ല, ആ കുലത്തിന് ആനന്ദം കൊടുക്കുന്നവൻ. നമ്മൾ കുരുനന്ദനൻ എന്ന് അർജുനനെ വിളിക്കുന്നുണ്ട്. അർജുനന്റെ അച്ഛന്റെ പേര് കുരുവാണോ? പാണ്ഡുനന്ദനാണ്. അപ്പൊ കുരു എന്നുള്ളത് പൂർവീകനാണ് അല്ലെ? യദുനന്ദനൻ എന്ന് ഭഗവാനെ വിളിക്കുന്നുണ്ട്. യദുവിന്റെ നേരിട്ടുള്ള പുത്രനാണോ? അല്ല, യദുവംശത്തിൽ ആനന്ദത്തെ കൊടുക്കുന്നവൻ. അപ്പൊ അതുപോലെ ഇവിടെ ഇക്ഷ്വാകുനന്ദന എന്ന് പറഞ്ഞാൽ ഇക്ഷ്വാകു വംശത്തിന് ആനന്ദത്തെ കൊടുക്കുന്നവനായ മുചുകുന്ദൻ എന്നർത്ഥം. മാന്താത് നന്ദന.
മന്ദാതൃ നന്ദന. അപ്പോൾ എന്തായാലും ഭഗവാനാൽ അനുഗ്രഹീതനായ അദ്ദേഹം തം പരിക്രമ്യ സന്നമ്യ, തം കൃഷ്ണം പരിക്രമ്യ, ആരെ? മുചുകുന്ദൻ കൃഷ്ണനെ പ്രദക്ഷിണം വെച്ചു. സന്നമ്യ, നമസ്കാരം ചെയ്തു, സമ്യക്കായി നമിച്ച്. അപ്പൊ പ്രദക്ഷിണ നമസ്കാരങ്ങളെ ചെയ്ത് നിശ്ചക്രാമ ഗുഹാമുഖാത്, ആ ഗുഹാമുഖത്ത് നിന്ന്, ഗുഹയുടെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി, പുറത്തു നിന്ന് പിന്നെയും നിഷ്ക്രമിച്ചു എന്നർത്ഥം. അപ്പൊ ഗുഹാദ്വാരത്തിൽ നിന്ന് അദ്ദേഹം നിഷ്ക്രമിച്ചു, പുറത്തേക്ക് പോയി, ദൂരേക്ക് പോയി, അവിടുന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ എവിടേക്ക് പോയി, എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ളത് തുടർന്ന് പറയുകയാണ്. അപ്പൊ ഭഗവാനിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചതായിട്ടുള്ള മുചുകുന്ദൻ ഭഗവാനെ പ്രദക്ഷിണ നമസ്കാരം ചെയ്ത് ആ ഗുഹയിൽ നിന്ന് ഇറങ്ങി യാത്രയായി. സവീക്ഷ്യ ക്ഷുല്ലകാൻ മർത്യാൻ പശൂൻ വീരുദ്വനസ്പതീൻ മത്വാ കലിയുഗം പ്രാപ്തം ജഗാമ ദിശമുത്തരാം. സവീക്ഷ്യ ക്ഷുല്ലകാൻ മർത്യാൻ പശൂൻ വീരുദ്വനസ്പതീൻ മത്വാ കലിയുഗം പ്രാപ്തം ജഗാമ ദിശമുത്തരാം. സഹ മർത്യാൻ ക്ഷുല്ലകാൻ പശൂൻ വീരുദ്വനസ്പതീൻ വീക്ഷ്യ, അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു ആശ്ചര്യമായി. എന്താ വെച്ചാൽ താൻ ഉറങ്ങാൻ പോകുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെയല്ല ഈ ലോകത്തില് ഇപ്പോഴുള്ള കാഴ്ചകൾ. എന്താണ്? എല്ലാം ക്ഷുല്ലങ്ങളായിരിക്കുന്നു. ക്ഷുല്ലം എന്ന് പറഞ്ഞാൽ ക്ഷീണം ബാധിച്ചത്, ക്ഷയത്തെ പ്രാപിച്ചത് എന്നൊക്കെ അർത്ഥത്തിൽ ചെറുത് എന്നർത്ഥമാണ്. വലിപ്പം കുറഞ്ഞിരിക്കുന്നു. താൻ എന്താ പറയുക, ത്രേതായുഗത്തിലോ മറ്റേ ആയിരുന്നു, അല്ലെങ്കിൽ കൃതയുഗ ആയിരുന്നു തൻ്റെ കാലം. അത് കഴിഞ്ഞ് ദേവന്മാർക്കൊക്കെ സഹായമൊക്കെ ചെയ്ത് വന്ന് കിടക്കുമ്പോഴും അധികം ഇതായിട്ടില്ല. പക്ഷെ പിന്നീട് യുഗങ്ങൾ കഴിഞ്ഞു, ത്രേതായുഗം കഴിഞ്ഞു, ദ്വാപരയുഗം കഴിയാറായി. ദ്വാപരയുഗത്തിൽ ഇനി ഏതാനും വർഷങ്ങളെ ബാക്കിയുള്ളൂ, ചുരുങ്ങിയ വർഷങ്ങളെ ബാക്കിയുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കലിയുഗം പ്രാപ്തം മത്വ എന്ന് പറയുന്നുണ്ട്. കലിയുഗം പ്രാപിച്ചതായി മനസ്സിലാക്കിയിട്ട്, എന്ന് വെച്ചാൽ കലിയോട് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് എന്തായിരിക്കുന്നു? പശുക്കള്, മർത്യന്മാര്, വീരുദ്വനസ്പതികള് എല്ലാം ക്ഷുല്ലകങ്ങളായിരിക്കുന്നു. എല്ലാം വലിപ്പം കുറഞ്ഞിട്ട് ചെറുതായിരിക്കുന്നു. ഉയരം കുറഞ്ഞതായിട്ടുള്ള മനുഷ്യർ, ഉയരം കുറഞ്ഞതായ മൃഗങ്ങൾ, പശുക്കൾ, ഉയരം കുറഞ്ഞതായിട്ടുള്ള വീരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ വള്ളികളും മറ്റും, അതുപോലെ വനസ്പതികൾ എന്നാൽ വൃക്ഷങ്ങൾ. അപ്പൊ എല്ലാ സസ്യജാലങ്ങളും ചെറുതായിരിക്കുന്നു. തൻ്റെ കാലത്തുള്ള വലിപ്പം ഇല്ല എന്ന് പറയുക. ആകെക്കൂടി ക്ഷയം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ലോകത്തിന്. കലിയുഗമാണെന്ന്, കലിയുഗം മത്വ, കലിയുഗം പ്രാപ്തം മത്വ ഉത്തരാം ദിശം ജഗാമ, അദ്ദേഹം ഉത്തരദിക്കിലേക്ക് ഗമിച്ചു എന്നർത്ഥം. ഇനിയിപ്പോ താൻ മാത്രം ഇവിടെ ഒറ്റപ്പെട്ടവനായി, എല്ലാവരിലും വെച്ച് ഉയരം കൂടിയവനായി അങ്ങനെ കഴിയണ്ട എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വടക്ക് ദിക്ക് നോക്കി, ഹിമാലയ പർവ്വതത്തെ നോക്കിക്കൊണ്ട് സഞ്ചരിച്ചു. അവിടെ ചെന്നിട്ടോ തപശ്രദ്ധായുതോ ധീരോ നിസ്സംഗോ മുക്ത സംശയഃ സമാധായ മനഃകൃഷ്ണേ പ്രാവിശദ്ഗന്ധമാദനം. തപശ്രദ്ധായുതോ ധീരോ നിസ്സംഗോ മുക്ത സംശയഃ സമാധായ മനഃകൃഷ്ണേ പ്രാവിശദ്ഗന്ധമാദനം. തപശ്രദ്ധായുധ, തപസ്സിൽ ശ്രദ്ധയുള്ളവനായിട്ട്, തപസ്സിൽ ശ്രദ്ധ യോജിച്ചവനായിട്ട്, ധീരഃ സഹ, ധീരനായ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച വിവേകിയായിട്ടുള്ള അദ്ദേഹം, നിസ്സംഗഃ മുക്ത സംശയഃ, ഒന്നിലും സംഘമില്ലാത്തവനായും സംശയ ലേശം പോലുമില്ലാതെ നിശ്ചയദാർഢ്യമുള്ളവനായിട്ട്, തന്റെ ലക്ഷ്യബോധമുള്ളവനായിട്ട്, അല്ലേ, വ്യവസായാത്മികാ ബുദ്ധി അദ്ദേഹത്തിനുണ്ട്. സമാധൗ പ്രവിലീയത്തെ,
സമാധിയിലേക്ക് പോകാനുള്ള വ്യവസായാത്മിക ബുദ്ധി അഥവാ നിശ്ചയാത്മിക ബുദ്ധിയോട് കൂടിയവനായിട്ട് മുക്തസംശയ കൃഷ്ണേ മനഃ സമാധായ, കൃഷ്ണനിൽ മനസ്സിനെ സമ്യക് ആധാനം കൃത്വ, നന്നായി മനസ്സിനെ ധാരണ ചെയ്ത് ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഗന്ധമാദനം പ്രാവശ്യത്, ഗന്ധമാദനം എന്ന് പറയുന്ന പർവ്വതത്തിലേക്ക് പ്രവേശിച്ചു. ഹിമാലയത്തിന്റെ ഒരു ഭാഗമാണ് ഗന്ധമാദനം എന്ന് പറയുന്നതായിട്ടുള്ള ഭാഗം. അവിടേക്ക് പ്രവേശിച്ചു. ബദര്യാശ്രമമാസാദ്യ നരനാരായണാലയം സർവദ്വന്ദ്വസഹ ശാന്തഃ തപസാ ആരാധയദ്ഹരിം. ബദര്യാശ്രമമാസാദ്യ നരനാരായണാലയം സർവദ്വന്ദ്വസഹ ശാന്തഃ തപസാരാധയദ്ഹരിം. അദ്ദേഹം ബദര്യാശ്രമം, അപ്പോൾ എവിടേക്കാ പോയെന്ന് വ്യക്തമായി. ആ ഗന്ധമാദന പർവ്വതത്തിൽ തന്നെ നരനാരായണാലയം, നരനാരായണ മഹർഷിമാർ തപസ് ചെയ്യുന്ന നരനാരായണ പർവ്വതം തന്നെ. ആ നരനാരായണ പർവ്വതത്തിൽ ഉള്ള സ്ഥാനത്തിന്റെ പേരാണ് ബദര്യാശ്രമം. ആ ബദരി എന്ന് പറയുന്ന ആശ്രമത്തെ ആസാദ്യ പ്രാപിച്ചിട്ട് സർവദ്വന്ദ്വസഹ, എല്ലാ ദ്വന്ദ്വങ്ങളെയും സഹിക്കുന്നവനായിട്ട്, ശീതം ഉഷ്ണം അല്ലെ, അതുപോലെ മറ്റ് വിശപ്പ് ദാഹം സുഖം ദുഃഖം എന്നുള്ളതായിട്ടുള്ള ദ്വന്ദ്വങ്ങളെല്ലാം സഹിക്കുന്നവനായിട്ട്, സർവദ്വന്ദ്വസഹ ശാന്തഃ മനസ്സിനെ അടക്കിയവനായിട്ട്, തപസാഹരിം ആരാധയത് തപസ്സുകൊണ്ട് ഭഗവാനെ തന്നെ ആരാധിച്ചുകൊണ്ടിരുന്നു. ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ധാരണാദികൾ ചെയ്തുകൊണ്ട് ഭഗവാന്റെ വചനങ്ങളെയെല്ലാം ഓർത്തുകൊണ്ട് നിരന്തരം ഭഗവത് ധ്യാനപരായണനായി ആ ബദരികാശ്രമത്തിൽ അദ്ദേഹം തന്റെ കാലം കഴിച്ചു. അപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത ജന്മത്തിൽ ജന്മാന്തരേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ജന്മത്തിലാണ് അങ്ങയ്ക്ക് ഒരു ശ്രേഷ്ഠനായ ബ്രാഹ്മണോത്തമനായി വന്ന് എന്നെ പൂർണ്ണമായും പ്രാപിക്കാൻ കഴിയുക, മോക്ഷം ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രാരബ്ധ ശരീരം വീണുപോകുന്നത് വരെ അദ്ദേഹം ബദരികാശ്രമത്തിൽ തപസ് ചെയ്തു. ഇതോടുകൂടി മുചുകുന്ദന്റെ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഭഗവാൻ എന്ത് ചെയ്തു എന്ന് തുടരുകയാണ്. ഭഗവാൻ പുനരാവ്രജ്യ പുരീം യവനവേഷ്ടിതാം ഹത്വാ മ്ലേച്ഛബലം നിന്നേ തദീയം ദ്വാരകാം ധനം നീയമാനേ ധനേ ഗോപിഃ നൃഭിശ്ചാച്യുതചോദിതൈഃ ആജഗാമജരാസന്ധഃ ത്രയോവിംശത്യനീകവഃ. ഭഗവാൻ പുനരാവ്രജ്യ പുരീം യവനവേഷ്ടിതാം ഹത്വാ മ്ലേച്ഛബലം നിന്നേ തദീയം ദ്വാരകാം ധനം. ഭഗവാൻ മുചുകുന്ദനെ അനുഗ്രഹിച്ച ശേഷം അവിടുന്ന് ആ ഗുഹയിൽ നിന്ന് ഭഗവാനും ഇറങ്ങി പുറപ്പെട്ടു. എവിടേക്ക് വന്നു? ആ യവനന്റെ സൈന്യങ്ങൾ 3 കോടിയുണ്ട്. അവരെ നശിപ്പിക്കണം. അവർ ഭൂമിക്ക് ഭാരമാണ്. അപ്പോൾ യവന സൈന്യത്തെ നശിപ്പിക്കുവാനായിക്കൊണ്ട് ഭഗവാൻ അവരുടെ നേരെ വന്നു. പുനഃ ഭഗവാൻ യവനവേഷ്ടിതാം പുരീം ആവ്രജ്യ, യവനന്മാരാൽ വേഷ്ടിക്കപ്പെട്ട ചുറ്റപ്പെട്ടതായിട്ടുള്ള പുരിയിലേക്ക്, മധുരാപുരിയിലേക്ക്, പഴയ മധുരാപുരി തന്നെയാണ്, ആ മധുരാപുരിയിലേക്ക് ആവ്രജ്യ വന്നു ചേർന്നിട്ട് മ്ലേച്ഛബലം ഹത്വാ, ആ മ്ലേച്ഛ സൈന്യത്തെ മുഴുവൻ ഹനിച്ചു ഭഗവാൻ. തന്റെ ദിവ്യശക്തികളെ കൊണ്ട് ആ മ്ലേച്ഛന്മാരുടെ 3 കോടി സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ച് തദീയം ധനം ദ്വാരകാം നിന്നേ, അവരെയൊക്കെ വധിച്ചു കഴിയുമ്പോൾ അവരുടെ കയ്യിലുള്ളതായിട്ടുള്ള യുദ്ധസാമഗ്രികള്, അവരുടെ രഥങ്ങള് അല്ലെ, അവരുടെ ആഭരണാദികള് എന്തെല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ ജയിച്ചവന്റെ മുതലാണ്. ഇതാണ് യുദ്ധനീതി. അപ്പൊ അതെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് യവന സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ മുതലുകളും കൊണ്ടുപോയി എവിടേക്ക്? ദ്വാരകാപുരിയിലേക്ക് നയിച്ചു എന്നാണ്. തദീയം ധനം ദ്വാരകാം നിന്നേ, ആ യുദ്ധത്തിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള വിജയിച്ച ധനമെല്ലാം അത് എന്താ പറയുക, വിജയശ്രീ ലാളിതരായതിന്റെ
ഒരു പ്രതീകം കൂടിയാണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇപ്പൊ ക്രിക്കറ്റ് കളിയിലൊക്കെ ജയിച്ചവര് ആ സ്റ്റമ്പും ബാളും ഒക്കെ മേടിച്ചുകൊണ്ട് പോകും. കളിച്ച പന്ത് രണ്ട് വശത്തുള്ള സ്റ്റമ്പുകളിൽ തങ്ങൾക്ക് ഓരോരുത്തരും ഓരോന്ന് പുഴക്കിയെടുത്തോണ്ട് പോകും ഒരു ടീമിലുള്ളവര്. അത് വിജയത്തിൻ്റെതായിട്ടാണ്, അല്ലാതെ അവർക്ക് സ്റ്റമ്പ് വാങ്ങിക്കാൻ കാശില്ലാതെ കട്ടോണ്ട് പോവുകയല്ല. അപ്പം അതുപോലെ വീര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ധനത്തെ എല്ലാം കൊണ്ടുപോയി. ആ സമയത്താണ് നീയമാനേ ധനേ ഗോപിഹി നൃഭിശ്ച അച്യുതചോദിതൈഃ ആജഗാമ ജരാസന്ധഃ ത്രയോവിംശത്യനീകപഃ. നീയമാനേ ധനേ ഗോപിഃ നൃഭിശ്ച അച്യുതചോദിതൈഃ. അച്യുതചോദിതൈഃ നൃഭിഃ ഗോപിഃ ധനേ നീയമാനേ സതി. അച്യുതനാൽ പ്രേരിപ്പിക്കപ്പെട്ടവരായ നരന്മാർ, ആ മധുരാപുരിയിലുണ്ടായിരുന്ന മറ്റു പുരുഷന്മാരും, ഗോപിഹി എന്ന് പറഞ്ഞാൽ അവിടെ കാളകളും മറ്റുമൊക്കെ ഉണ്ടാവും, വണ്ടികളും കാളകളും ഒക്കെ ഉണ്ടാവും ഈ ധനം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ആ കാളകളാലും വണ്ടികളാലും നരന്മാരാലുമൊക്കെ ഭഗവാനാൽ പ്രേരിക്കപ്പെട്ട് ധനേ നീയമാനേ, ആ ധനമെല്ലാം നയിച്ചു കൊണ്ടിരിക്കേ ജരാസന്ധഃ ആജഗാമ, ജരാസന്ധനാഗമിച്ചു. എങ്ങനെയായിട്ട്? ത്രയോവിംശത്യനീകപഃ. ത്രയോവിംശതി 23 എന്ന് വെച്ചാൽ 23 അക്ഷൗഹിണി എന്ന അർത്ഥത്തിൽ 23 അക്ഷൗഹിണികളുടെ പതിയായിട്ട്, എല്ലാറ്റിൻ്റെയും നായകനായിക്കൊണ്ട് 23 അക്ഷൗഹിണി സൈന്യത്തെയും നയിച്ചുകൊണ്ട് ജരാസന്ധൻ ഭഗവാനെ വെല്ലുവിളിച്ചുകൊണ്ട് തടഞ്ഞുകൊണ്ട് വന്നു. വിലോക്യ വേഗരഭസം റിപുസൈന്യസ്യ മാധവൗ മനുഷ്യചേഷ്ടാമാപന്നൗ രാജൻ ദുദ്രുവദുർദ്രുതം. വിലോക്യ വേഗരഭസം റിപുസൈന്യസ്യ മാധവൗ മനുഷ്യചേഷ്ടാമാപന്നൗ രാജൻ ദുദ്രുവദുർദ്രുതം. ഇതിനു മുമ്പ് 17 പ്രാവശ്യം 23 അക്ഷൗഹിണി സൈന്യവുമായിട്ട് വന്ന ജരാസന്ധനെ നേരിട്ട് ആ സൈന്യങ്ങളെ മുഴുവൻ വധിച്ചു കളഞ്ഞവരായ രാമകൃഷ്ണന്മാർ ഇവിടെ എന്താ ചെയ്യണത്? ഇവിടെ ഒരു തമാശ ചെയ്യുന്നു, ഒരു ലീല ചെയ്യുന്നു. എന്താ ചെയ്യണ? വിലോക്യ വേഗരഭസം റിപുസൈന്യസ്യ മാധവൗ. മാധവൗ എന്ന് പറഞ്ഞപ്പോ 2 പേരുണ്ട്. അപ്പൊ ബലരാമസ്വാമിയും മധുരാപുരിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പൊ മാധവന്മാർ 2 പേരും രാമകൃഷ്ണന്മാർ 2 പേരും ആ റിപുസൈന്യസ്യ വേഗരഭസം വിലോക്യ, ശത്രു സൈന്യത്തിന്റെ വേഗം എന്ന് പറഞ്ഞാൽ ശക്തിയും, രഭസ് എന്ന് പറഞ്ഞാൽ വേഗതയും, അപ്പൊ അവരുടെ എന്താ പറയുക ഗതിവേഗവും അവരുടെ ശക്തി വിശേഷങ്ങളും എല്ലാം കണ്ടിട്ട് വേഗാധിക്യത്തെ ദർശിച്ചിട്ട് വിലോക്യ മനുഷ്യചേഷ്ടാമാപന്നൗ, സാധാരണ മനുഷ്യരെ പോലെ, പ്രാകൃത മനുഷ്യരെ പോലെ, ഭയപ്പെട്ടവരെ പോലെ, അതാണ് മനുഷ്യചേഷ്ടയെ ആപന്നൗ പ്രാപിച്ചവരായിട്ട്, മാധവൗ ദ്രുതം ദുദ്രുവദുഹു. അല്ലയോ രാജാവേ, ആ മാധവന്മാർ 2 പേരും മാധവന്മാരാണ്, ഭൂമിയുടെ മുഴുവൻ അധിപന്മാരാണ്, പ്രകൃതിയെ നിയന്ത്രിക്കുന്നവരാണ്, ലക്ഷ്മീപതിയാണ്. എന്നിട്ടും ദുദ്രുവദുഹു, ദ്രുതം വേഗത്തിൽ ദ്രവിച്ചു എന്ന് വെച്ചാൽ ഓടി. 2 പേർ ഓടിയത് കൊണ്ടാണ് ദുദ്രുവദുഹു. രണ്ടുപേരും പേടിച്ചോടുന്നത് പോലെ ഓടിയെന്ന്, ഭയപ്പെട്ട് ഓടുന്ന പോലെ, പ്രാകൃത മനുഷ്യരെ പോലെ, ജരാസന്ധന്റെ വലിയ സൈന്യത്തെ കണ്ട് പിൻവാങ്ങുന്നവരെ പോലെ അഭിനയിച്ചു എന്നാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ ഒരു അടവ് പ്രയോഗിച്ചതാണ്. കാരണം ഈ ജരാസന്ധനെ ഇനിയും തൻ്റെ കൈകൾ കൊണ്ടല്ല കൊല്ലേണ്ടത്, അതിനുള്ള യോഗ്യത ഇവനില്ല. ഈ ശരീര അഭിമാനം തന്നെയാണ് ജരാസന്ധം, അല്ലേ? അപ്പൊ നമ്മൾ ഓരോരുത്തരും ശരീരാഭിമാനവും അതിൻ്റെ യോഗക്ഷേമ ചിന്തകളുമായിട്ട് സംസാരികളായി ഈശ്വര ഭജനം ചെയ്യാതെ ജീവിച്ചാൽ നമ്മളൊക്കെ ജരാസന്ധന്മാരാവും.
അപ്പം നമുക്ക് മോക്ഷത്തിന് അർഹതയുണ്ടോ? ഭഗവാന്റെ കൈകൊണ്ട് മരണം എന്ന് പറഞ്ഞാൽ മോക്ഷം ആണ്. അപ്പം മോക്ഷത്തിന് അർഹതയില്ല, സംസാരികളായി തുടരാൻ തന്നെയാണ് അർഹത. അതുകൊണ്ട് ഭഗവാൻ ബലരാമസ്വാമിയോടും പറഞ്ഞു, നമുക്ക് മതിയാക്കാം, ഇനി ഇവനെ കൊല്ലാനൊന്നും നിൽക്കണ്ട, ഇനി നമുക്ക് വേറൊരു സന്ദർഭത്തിൽ നോക്കാം, ഇപ്പം നമുക്ക് തൽക്കാലം പോകാം എന്ന് പറഞ്ഞ് ബലരാമസ്വാമിയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പിൻവാങ്ങുകയാണ്. അപ്പോൾ ഈ സാധാരണ പ്രാകൃതനായ ഈ ജരാനരകൾ ബാധിക്കുന്ന മൃത്യു സ്വരൂപമായിരിക്കുന്ന ശരീരവുമായിട്ട് സന്ധി ചെയ്തവരാണ് ജരാസന്ധന്മാർ. നമ്മളൊക്കെ ജരാസന്ധന്മാരാകും എപ്പോൾ? ദേഹാഭിമാനം വർദ്ധിച്ചിരിക്കുമ്പോൾ. അപ്പം നമ്മുടെ ജരാസന്ധത്വം നമുക്ക് ഉപേക്ഷിക്കാം. എങ്ങനെ? ഈ ശരീരത്തിലുള്ള അഭിമാനം വെടിഞ്ഞുകൊണ്ട് ആത്മാവാണ് ഞാനെന്നുള്ള ബോധം വളർത്തിക്കൊണ്ട് ഈശ്വര ഭജനം ചെയ്തുകൊണ്ട് ഈ ശരീരത്തിൻ്റെ യോഗക്ഷേമമല്ല നോക്കേണ്ടത്, ആത്യന്തികമായിട്ടുള്ള ആ അദ്വൈത ജ്ഞാനപ്രാപ്തിയാണ് ലക്ഷ്യം. അതാണ് മോക്ഷം എന്നുള്ള ബോധം നമ്മളിൽ ഉറയ്ക്കുമ്പോൾ നമ്മൾ ജരാസന്ധ ഭാവത്തിൽ നിന്ന് മുക്തരായി. എന്തായാലും ഭഗവാന്റെ കൈകൊണ്ട് യോഗമില്ലാത്തതുകൊണ്ട് ഭഗവാൻ അവിടുന്ന് പിൻവാങ്ങുകയാണ്. വിലോക്യവേഗരഭസം റിപുസൈന്യസ്യ മാധവൗ മനുഷ്യചേഷ്ടാമാപന്നൗ രാജൻ ദ്രുതം വിഹായ വിത്തം പ്രചുരം അഭീതൗ ഭീരുഭീതവത് പദ്ഭ്യാം പദ്മബലാശാഭ്യാം ചേരതുർബഹുയോജനം. വിഹായ വിത്തം പ്രചുരം അഭീതൗ ഭീരുഭീതവത് പദ്ഭ്യാം പദ്മബലാശാഭ്യാം ചേരതുർബഹുയോജനം. അപ്പോൾ ഓടുന്ന ഓട്ടത്തിൽ ജരാസന്ധന് കുറച്ച് ധനവും കൂടി ഇട്ടിട്ട് പോയി, കാരണം അയാൾക്ക് അതേ വേണ്ടു. അപ്പോൾ പ്രചുരം വിത്തം വിഹായ, വർദ്ധിച്ച ധനത്തെ അവിടെ ഉപേക്ഷിച്ചിട്ട്, വിഹായ അഭീതൗ, വാസ്തവത്തിൽ ഭീതിയില്ലാത്തവരാണ് രണ്ടുപേരും, ഭയപ്പെടാത്ത രണ്ടുപേർ. ഭീരുഭീതവത്, ഭീരുക്കളെക്കാൾ ഭയപ്പെട്ടവരെന്ന പോലെ, ഭീരുക്കളെ പോലെ ഭയപ്പെട്ടവരെ പോലെ. പദ്മബലാശാഭ്യാം പദ്ഭ്യാം ബഹുയോജനം ചേരതുഹു, താമരദളം പോലെ മൃദുലങ്ങളായ പാദങ്ങളെ കൊണ്ട് ബഹുയോജനം, അധിക ദൂരം, വളരെ യോജനം ഭൂമിയെ ചേരതു, രണ്ടുപേരും കൂടി ചരിച്ചു. ചേരതു എന്നുള്ളത് ചചാര, ചേരതു, ചചാര ഏകവചനം, ചേരതു ദ്വിവചനം, ചേരുഹു ബഹുവചനം. അതുപോലെ മുമ്പ് ദുദ്രുവധുഹു, ദുദ്രാവ ഏകവചനം, ദുദ്രുവധുഹു ദ്വിവചനം, ദുദ്രുവുഹു ബഹുവചനം. ഇവിടെ രണ്ടുപേരും ചരിച്ചു. ബഹുയോജനം ചേരതുഹു, വളരെ ദൂരം ചരിച്ചു. പലായമാനൗ തൗ ദൃഷ്ട്വാ മാഗധഃ പ്രഹസൻ ബലീ അന്വധാവത് രഥാനികൈർ ഈശയോ അപ്രമാണവിത്. പലായമാനൗ തൗ ദൃഷ്ട്വാ മാഗധഃ പ്രഹസൻ ബലീ അന്വധാവത് രഥാനീകൈഃ ഈശയോർ അപ്രമാണവിത്. പലായമാനൗ തൗ, ഓടുന്നവരായ, പലായനം ചെയ്യുന്ന അവരെ രണ്ടുപേരെയും, രാമകൃഷ്ണൗ തൗ ദൃഷ്ട്വാ കണ്ടിട്ട്, ബലീ മാഗധഃ ബലവാനായ ശക്തനായ മാഗധൻ ജരാസന്ധൻ, പ്രഹസൻ ചിരിക്കുന്നവനായി പരിഹസിക്കുന്നവനായി, ഈശയോഹോ അപ്രമാണവിത്ത് ഈശ്വരന്മാരുടെ മഹാത്മ്യമറിയാതെ, അപ്രമാണവിത്ത് അവരുടെ പ്രഭാവം എന്തെന്നറിയാത്തവനായിട്ട്, രഥാനീകൈഹി അന്വതാവത് സൈന്യത്തോടുകൂടി, രഥത്തിൽ അനേക സൈന്യങ്ങളോടുകൂടി, അനീകികളോടുകൂടി, അന്വതാവത് പിന്തുടർന്നു, കുറെ ഓടിച്ചു നോക്കി, പിടികിട്ടുമോ നോക്കി. പക്ഷെ പിടികൊടുക്കാതെ ഓടി രാമകൃഷ്ണന്മാര്. അതാണ് പ്രദ്രുത്യ ദൂരം സംശ്രാന്തൗ തുംഗമാരുഹതാം ഗിരിം പ്രവർഷണാധ്യം ഭഗവാൻ നിത്യദായത്ര വർഷതി. പ്രദ്രുത്യ ദൂരം സംശ്രാന്തൗ തുംഗമാരുഹതാം ഗിരിം പ്രവർഷണാഖ്യം ഭഗവാൻ നിത്യദായത്ര വർഷതി. ഇപ്പോ ദൂരം പ്രദ്രുത്യ,
വളരെ ദൂരം ഓടിയിട്ട്, പ്രകർഷേണ ദ്രവിച്ചിട്ട്, ദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഓടുക. അപ്പോൾ വളരെ ദൂരം ഓടിയിട്ട് സംശ്രാന്തൗ സമ്യക് ശ്രാന്തൗ തളർന്നവരായിട്ട്. രാമകൃഷ്ണന്മാർക്കുണ്ടോ തളർച്ച? എങ്കിലും അഭിനയിച്ചിട്ട് മനുഷ്യ അഭിനയത്തോടുകൂടെ തളർന്നവരെ പോലെ ആയിട്ട് സംശ്രാന്തൗ തുംഗം പ്രവർഷണാക്യം ഗിരിം ആരുഹതാം. രണ്ടുപേരും കൂടി കയറി എന്നാണ് ആരുഹതാം ദ്വിവചനം. എവിടേക്ക് കയറി? തുംഗം, ഉയർന്നിരിക്കുന്നതായിട്ടുള്ള പ്രവർഷണാക്യം ഗിരിം, പ്രവർഷണം എന്നു പേരുള്ള ആ പർവ്വതത്തിലേക്ക്. ഇപ്പം നമ്മുടെ എന്താ പറയുക, ഗുജറാത്തിൽ തന്നെയുള്ള ഏതെങ്കിലും വലിയൊരു പർവ്വതമായിരിക്കും ഈ പ്രവർഷണം എന്ന് പറയുന്നതായിട്ടുള്ള പർവ്വതം. എന്തായാലും ഇവിടുന്ന് UP യിൽ നിന്ന്, മധുരയിൽ നിന്ന് ഗുജറാത്തിലേക്ക് പോകുന്ന വഴി നമ്മുടെ നർമ്മദാ നദിയൊക്കെ ഉത്ഭവിക്കുന്നതായിട്ടുള്ള ആ പർവ്വത ഭാഗങ്ങൾ തന്നെയാണ്. എന്തായാലും അപ്പോൾ അങ്ങനെയുള്ള എപ്പോഴും മഴ പെയ്യുന്ന സ്ഥലമായതുകൊണ്ടാണ് പ്രവർഷണം എന്ന് പറയുന്നത്. പ്രകർഷേണ വർഷം ഉള്ളതായിട്ടുള്ള സ്ഥാനമാണ്, എപ്പോഴും മഴ പെയ്യുന്നതായിട്ടുള്ള സ്ഥലം. ആ ഗിരിയെ ആരുഹതാം, രണ്ടുപേരും കൂടി കയറി. എത്ര ഭഗവാൻ നിത്യതാ വർഷതി, ഇവിടെ പറയുന്നുണ്ട്. എത്ര, എവിടെയാണോ ഭഗവാൻ, ആ ഭഗവാൻ തന്നെ നിത്യത, എല്ലായ്പ്പോഴും മഴ പെയ്യിക്കുന്നത്, വർഷതി. അതുകൊണ്ട് അതിന് പ്രവർഷണം എന്ന് പേര്. നല്ലപോലെ മഴ കിട്ടുന്ന സ്ഥലമാണ്. ഗിരൗ നിലീനൗ ആജ്ഞായ നാധിഗമ്യ പദം നൃപ ദദാഹ ഗിരിം ഏതോഭിഃ സമന്താദഗ്നിമുത്സൃജൻ. ഗിരൗ നിലീനൗ ആജ്ഞായ നാധിഗമ്യ പദം നൃപ ദദാഹ ഗിരിം ഏതോഭിഃ സമന്താദഗ്നിമുത്സൃജൻ. ജരാസന്ധൻ കുറെ ദൂരം പിന്തുടർന്നുവെങ്കിലും ഇവർ രണ്ടുപേരും മറഞ്ഞു. അതാണ് ഗിരൗ നിലീനൗ ആജ്ഞായ. ഗിരിയിൽ, പർവ്വതത്തിൽ നിലീനന്മാരായി. നിലീനന്മാരെ നിതരാം ലീനന്മാരെ, എവിടെയോ മുങ്ങി, എവിടെയോ ഒളിച്ചു. കാട്ടിലോ ഏതോ ഗുഹയിലോ എവിടെയോ ഒളിച്ചു. അതുകൊണ്ട് കാണാതെയായി. അങ്ങനെ അറിഞ്ഞിട്ട് നിലീനൗ ആജ്ഞായ, അവര് ഈ പർവ്വതത്തിൽ ഗുഹകളിലോ എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് പദം ന അധിഗമ്യ, പദം അവരെവിടെയാണുള്ളത് എന്നുള്ള സ്ഥാനം ന അധിഗമ്യ, അധിഗമിക്കാതെ, പ്രാപിക്കാതെ, അവരെവിടെ ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ട് സമന്താത് അഗ്നിം ഉത്സൃജന് ഗിരിം ഏതോഭിഃ ദദാഹ. സമന്താത്, ആ പർവ്വതത്തിന്റെ 4 ഭാഗത്തും അഗ്നിം ഉത്സൃജന്, അഗ്നിയെ വർദ്ധിപ്പിച്ച്, വ്യാപിപ്പിച്ച്, അഗ്നിയെ പ്രക്ഷേപിച്ച് ഗിരിം ഏതോഭിഃ ദദാഹ. ആ ഗിരിയെ, പർവ്വതത്തെ ഏതോഭിഃ എന്ന് പറഞ്ഞാൽ ഇന്ധനങ്ങളെ കൊണ്ട്, മരങ്ങളും മറ്റു വിറകുകളും ഒക്കെ കൊണ്ട്, ഇന്ധനങ്ങളെ കൊണ്ട് ദദാഹ, ദഹിപ്പിച്ചു. ഒന്നിച്ച് കാടടച്ച് തീ വെച്ചു, അല്ലെങ്കിൽ പർവ്വതത്തെ മുഴുവൻ അഗ്നിക്ക് ഇരയാക്കി. ഇവര് അതിൻ്റെ ഉള്ളിൽപ്പെട്ട് ദഹിച്ചോളും എന്ന് കരുതിയിട്ട്. കാരണം ആളുകളെ പിടികിട്ടാനില്ല, അവര് എവിടെയോ മറഞ്ഞു. ക്ഷമയില്ലാത്തത് കൊണ്ട്, ആളെ തേടി പിടിക്കാൻ മടിയായതുകൊണ്ട് പർവ്വതത്തിന് മൊത്തത്തിൽ തീ പിടിച്ചു എന്ന് പറയും. തീ പിടിപ്പിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? തദ ഉൽപത്യ തരസാ ദഹ്യമാനതടാത് ഉഭൗ ദശൈകയോജനോത്തുംഗാത് നിപേതതുർ അധോ ഭുവി. തദ ഉൽപത്യ തരസാ ദഹ്യമാനതടാദുഭൗ ദശൈകയോജനോത്തുംഗാത് നിപേതതുർ അധോ ഭുവി. ഇവിടെ ദഹ്യമാന തടാത് ദശൈക യോജനോത്തുംഗാത് തതഃ. തടം എന്ന് പറഞ്ഞാൽ ആ പർവ്വതത്തിന്റെ ചുറ്റുഭാഗമുള്ള സ്ഥാനങ്ങൾ, അതെല്ലാം ദഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദഹ്യമാന തടാത് ദശ യോജന ഉത്തുംഗാത്. ദശൈകം 11. അപ്പൊ 11 യോജന ഉയരമുള്ളതായിട്ടുള്ള ആ പർവ്വതം ചുറ്റും തടങ്ങൾ മുഴുവൻ തീപിടിച്ച് കത്തുകയാണ്. അപ്പൊ തതഃ, അവിടെ നിന്ന് ഉഭൗ, രണ്ടുപേരും രാമകൃഷ്ണാവു തരസാ ഉത്പത്യ,
പെട്ടെന്ന് തന്നെ അവിടുന്ന് ഉൽപ്പതിച്ചു. അവിടുന്ന് കുതിച്ച് ചാടി പുറത്തേക്ക്, അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് ചാടി. അതോ ഭുവി നിപേതതുഹു, ആ പർവ്വതത്തിന്റെ അധോ ഭാഗത്ത് നിപതിച്ചു രണ്ടുപേരും. അപ്പൊ പർവ്വതത്തിൽ നിന്ന് മറ്റൊരു വശത്ത് ജരാസന്ധൻ ശ്രദ്ധിക്കാത്തതായിട്ടുള്ള ദിക്കിലേക്ക് ചാടി അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അലക്ഷ്യമാണോ രിപുണ സാനുഗേന യദുത്തമൗ സ്വപുരം പുനരായാതൗ സമുദ്രപരിഘാം നൃപ. അലക്ഷ്യമാണോ രിപുണ സാനുഗേന യദുത്തമൗ സ്വപുരം പുനരായാതൗ സമുദ്രപരിഘാം നൃപ. തുടർന്ന് സാനുഗേന രിപുണ അലക്ഷ്യമാണൗ യദുത്തമൗ, ആ അനുഗന്മാരോടുകൂടിയ രിപുവിനാൽ, ശത്രുവിനാൽ, അലക്ഷ്യമാണോ ലക്ഷീകരിക്കപ്പെടാത്തവരായിട്ടുള്ള യദൂത്തമൗ ദ്വൗ, ആ യദൂത്തമന്മാരായ രാമകൃഷ്ണന്മാർ. അപ്പോ ജരാസന്ധന് പിടികിട്ടിയില്ല, കാണാൻ പറ്റിയില്ല. ഇവര് പുറത്തേക്ക് ചാടിയതും ജരാസന്ധൻ കണ്ടില്ല. അങ്ങനെ പുറത്തേക്ക് ചാടി ഇവരുടെ കണ്ണിൽപ്പെടാതെ, അല്ലയോ രാജാവേ നൃപ, സമുദ്രപരികാം സ്വപുരം പുനഃ ആയാതൗ. സമുദ്രപരികാം എന്ന് പറഞ്ഞാൽ സമുദ്രമാകുന്ന പരികം, പരികം എന്ന് പറഞ്ഞാൽ കിടങ്ങ്. അവ ചുറ്റും സമുദ്രം കിടങ്ങ് പോലെ ചൂഴ്ന്നിരിക്കുന്നതാണ് ദ്വാരക. ആ ദ്വാരകാപുരിയിലേക്ക് പുനഃ ആയാതൗ, ആ സ്വപുരത്തിലേക്ക്, താൻ നിർമ്മിച്ച, വിശ്വകർമാവിനാൽ നിർമ്മിപ്പിച്ചതായിട്ടുള്ള ദ്വാരക എന്ന പുരത്തിലേക്ക്, സമുദ്രത്താൽ ചുറ്റപ്പെട്ട ദ്വീപായിരിക്കുന്ന ദ്വാരകയിലേക്ക് വന്നു ചേർന്നു. ആയാതൗ. അപ്പോൾ അങ്ങനെ ജരാസന്ധനെ പറ്റിച്ച് രണ്ടുപേരും അവിടുന്ന് സ്ഥലം വിട്ട് ഇവിടേക്ക് വന്നു ചേർന്നു. ജരാസന്ധൻ വിചാരിച്ചു ആ ദഹിച്ചു പോയി കാണും മലയിൽ നിന്ന്. സോപി ദഗ്ധൗ ഇതി മൃഷാമന്വാനൗ ബലകേശവൗ ബലമാകൃഷ്യ സുമഹത് മഗധാൻ മാഗധോയയൗ. സോപി ദഗ്ധൗ ഇതി മൃഷാമന്വാനൗ ബലകേശവൗ ബലമാകൃഷ്യ സുമഹത് മഗധാൻ മാഗധോയയൗ. സോപി സഹ മാഗധഃ അഭിനർത്ഥം, ആ മാഗധനാകട്ടെ, ആ ജരാസന്ധനാകട്ടെ, ബലകേശവൗ ദഗ്ധൗ, ബലനും കേശവനും ദഹിച്ചുപോയി, ദഹിച്ചു എന്ന് കരുതി, മൃഷാമന്വാനഃ, മൃഷ വ്യർത്ഥമായി, തെറ്റായി എന്നൊക്കെ അർത്ഥം, അസത്യത്തെ സത്യമായി മനിക്കുന്നവനായിട്ട് അങ്ങനെ കരുതിക്കൊണ്ട്, അബദ്ധം ധരിച്ചുകൊണ്ട്, സുമഹത് ബലം ആകൃഷ്യ, തന്റെ ആ 23 അക്ഷൗഹിണി സൈന്യത്തെയും വലിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ അവരെയും നയിച്ചുകൊണ്ട്, ആകർഷിച്ചുകൊണ്ട്, മഗധാൻ യയൗ, മഗധാൻ എന്ന് പറഞ്ഞാൽ മഗധ ദേശങ്ങളിലേക്ക് യാത്രയായി, തിരിച്ചുപോയി. അപ്പൊ ഇപ്രാവശ്യം വിജയം തനിക്കാണ്. 17 പ്രാവശ്യം പരാജയപ്പെട്ടാലും തന്റെ നിരന്തരമായ പരിശ്രമം ഫലം കണ്ടു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിജയശ്രീ ലാളിതനായി അദ്ദേഹം തിരിച്ച്, കുറെ ധനമൊക്കെ ഭഗവാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ ധനങ്ങളൊക്കെ കൊണ്ട് ജയിച്ചവനായിക്കൊണ്ട് മഗധദേശത്തേക്ക് ചെല്ലുകയാണ് ജരാസന്ധൻ. സോപി ദഗ്ധൗ ഇതി മൃഷാമന്വാനോ ബലകേശവൗ ബലമാകൃഷ്യ സുമഹൻ മഗധാൻ മാഗധോയയൗ. അപ്പോ ജരാസന്ധന് ഇനിയും കിടക്കണു പ്രാരബ്ധം എന്നർത്ഥം. അദ്ദേഹത്തിന്റെ സമയമായിട്ടില്ല. ജരാസന്ധൻ ദേഹാഭിമാനം വർദ്ധിച്ചതായിട്ടുള്ള ഒരു ജീവൻ, അദ്ദേഹത്തിന്റെ വാസനകൾ ക്ഷയിച്ചിട്ടില്ല എന്ന് കാണിക്കാനാണ് അദ്ദേഹത്തിന്റെ ബാക്കി 23 അക്ഷൗഹിണിയുമായി അദ്ദേഹം തിരിച്ച് മഗധദേശത്തേക്ക് തന്നെ പോയി. അപ്പൊ പ്രാരബ്ധം കഴിഞ്ഞാലേ ഈ ജന്മം തീരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇനിയും അദ്ദേഹത്തിന് ജന്മങ്ങൾ എടുക്കേണ്ടി വരും, ഭഗവാന്റെ കൈകൊണ്ട് മരണം അഥവാ മോക്ഷം സാധിക്കണമെങ്കിൽ. ആനർത്താധിപതി ശ്രീമാൻ രൈവതോ രേവതീം സുതാം ബ്രഹ്മണാ ചോദിതഃ പ്രാജാത് ബലായേതി പുരോദിതം. ആനർത്താധിപതി ശ്രീമാൻ രൈവതോ രേവതീം സുതാം ബ്രഹ്മണാ ചോദിതഃ പ്രാജാത് ബലായേതി പുരോദിതം. ഇവിടെ ബലരാമസ്വാമിയുടെ വിവാഹത്തെക്കുറിച്ച് പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. പുരാ ഉദിതം, അത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ശുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നത്. എന്താ വിവാഹകഥ? ആനർത്താധിപതി ശ്രീമാൻ രൈവതഃ,
ആനർത്ഥം എന്ന് പറയുന്ന ദേശത്തിന്റെ അധിപതി. ആനർത്ഥം ഈ ഗുജറാത്തും രാജസ്ഥാനും ഒക്കെയുള്ള ആ ഭാഗം തന്നെയാണ്. അതിന്റെ അധിപതിയായിരുന്ന ഒരു പഴയ രാജാവാണ് ശ്രീമാനായ രൈവതൻ. ആ രൈവതൻ എന്ന രാജാവ് രേവതീം സുതാം, രേവതി എന്ന തന്റെ പുത്രിയെ ബ്രഹ്മണാ ചോദിത, ബ്രഹ്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട് ബലായ പ്രാദാത് ഇതി പുരാ ഉദിതം, ബലനായി ബലരാമനായി പ്രാദാത് പ്രകർഷേണ അതാത് ദാനം ചെയ്തു എന്ന് പുരാ ഉദിതം പണ്ടേ പറയപ്പെട്ടിട്ടുണ്ട്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോ പറഞ്ഞു? നവമസ്കന്ധം പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നവമസ്കന്ധത്തിലാണ് ഈ രൈവതന്റെ കഥയൊക്കെ പറയുമ്പോൾ സൂര്യവംശത്തിൽ തന്നെയുള്ളൊരു രാജാവാണ് ഈ രൈവതൻ. ആ നർത്തദേശങ്ങളുടെ അധിപനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പുത്രിയാണ് രേവതി. ആ രേവതിയെയും കൊണ്ട് ഇവൾക്ക് ഞാൻ ആരെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് ചോദിക്കാനായിക്കൊണ്ട് ബ്രഹ്മലോകത്തേക്ക് ചെന്നു. അപ്പൊ അത്രയും യോഗ്യതയുള്ള ആളാണ്. ബ്രഹ്മലോകത്ത് യഥേഷ്ടം ചെല്ലാൻ വിസയുള്ള ആളാണ് എന്നർത്ഥം. എത്ര യോഗ്യനായി! അതാണ് ഈ സൂര്യവംശത്തിലുള്ള രാജാക്കന്മാരുടെ മഹിമ. അവർക്ക് അവരുടെ ശക്തി കൊണ്ട്, തപസ്സുകൊണ്ട്, യോഗ്യത കൊണ്ട് ഊർധ്വലോകങ്ങളിലൊക്കെ യഥേഷ്ടം പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരിക്കൽ ബ്രഹ്മലോകത്തേക്ക് ഇദ്ദേഹം മകളെയും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കച്ചേരി നടന്നുകൊണ്ടിരിക്കുന്നു. സംഗീത സഭയാണ്. ബ്രഹ്മദേവൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വീണ കച്ചേരിയോ മറ്റെയാണ്. സരസ്വതി ദേവിയോ ആരോ സംഗീതജ്ഞർ പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ചു നേരം ബ്രഹ്മദേവന് മുഖം കാണിക്കാനായിട്ട് ഇദ്ദേഹം കാത്തുനിന്നും ആ കച്ചേരി കഴിഞ്ഞ് ബ്രഹ്മദേവൻ ഇദ്ദേഹത്തെ കാണുമ്പോൾ എന്താ വേണ്ടത്, വന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മകള് അങ്ങനെ രേവതിയെയും കൊണ്ടുവന്നിട്ടുണ്ട്, ഇവളെ ഞാൻ ആർക്കാ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് പുറപ്പെട്ടിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും ഇപ്പൊ ഈ നിമിഷം ആവുന്നത് വരെ ഭൂമിയിൽ എത്രയോ തലമുറകൾ കഴിഞ്ഞുപോയി. അതുകൊണ്ട് അങ്ങ് തിരിച്ചു ചെന്നാൽ അങ്ങ് ആരെ ഉദ്ദേശിച്ച് വന്നോ അവരൊന്നും ഭൂമിയിൽ ഉണ്ടാവില്ല. അങ്ങേ പരിചയമുള്ളവർ പോലും ഉണ്ടാവില്ല. ഭൂമിയിൽ ദ്വാപരയുഗം ആരംഭിച്ചിട്ടുണ്ടാവും. അവിടെ ആ യദുവംശത്തില് കൃഷ്ണ സഹോദരനായി ജ്യേഷ്ഠനായി വസുദേവപുത്രനായി ബലരാമൻ എന്നൊരാൾ ജനിച്ചിട്ടുണ്ടാവും ആദിശേഷന്റെ അംശമായിട്ട്. അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തോളൂ, മകൾക്ക് വയസ്സൊന്നും ആവില്ല, മകള് കന്യകയായിരിക്കും, യുവതിയായിരിക്കും, കൊണ്ടു കൊടുത്തോളൂ എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അദ്ദേഹം ഭൂമിയിൽ വന്ന് രേവതിയെ ബലരാമന് സമർപ്പിച്ച ശേഷം തപസ്സിനായിക്കൊണ്ട് പോയി എന്ന് നവമസ്കന്ധത്തിലെ ഏതധ്യായത്തിലാണെന്ന് മറന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ നോട്ട് ചെയ്യൂ. പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? കിട്ടി. നവമസ്കന്ധത്തിൽ 3-ാം അധ്യായത്തിലെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ അദ്ദേഹത്തിന്റെ കഥ വരുന്നത് കകുദ്മി എന്നുള്ള ജ്യേഷ്ഠനും കകുദ്മി രേവതിയും കന്യാം സ്വാമാദായ വിഭും ഗതഃ
29 ശ്ലോകം മുതൽക്ക് കഥ ആരംഭിക്കുന്നു 3-ാം അധ്യായത്തിൽ, 9ാം-സ്കന്ധത്തിൽ. അപ്പോൾ കഗുദ്മി എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണ് രൈവതൻ. ശര്യാദിയുടെയൊക്കെ വംശത്തിൽ വന്നിട്ടുള്ള രാജാവാണ്. അവരാണ് ഈ കുശസ്ഥലി എന്നുള്ള ദ്വാരകയെ ആദ്യം പണിതവര്. അവിടെ പറയുന്നുണ്ട്, ഇവിടെ സോന്തസമുദ്രേ നഗരീം വിനിർമായ കുശസ്ഥലീം ആസ്ഥിതോ അഭുങ്ക്ത വിഷയാൻ ആനർത്താദീൻ അരിന്ദമാം. 3-ാം അധ്യായം, 9ാം-സ്കന്ധത്തിൽ 3-ാം അധ്യായം. അപ്പോൾ കുശസ്ഥലിയെ നിർമ്മിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ആ രേവതൻ പറഞ്ഞു, ശര്യാദിയുടെ പുത്രന്മാരിൽ ആനർത്തനിൽ നിന്ന് രേവതൻ, ആനർത്തന്റെ പുത്രനാണ് രേവതൻ. ആ രേവതന് 100 പുത്രന്മാർ. തസ്യ പുത്രശതം ജജ്ഞേ കഗുദ്മി ജ്യേഷ്ഠം. കഗുദ്മിയാണ് ജ്യേഷ്ഠൻ. ആ കഗുദ്മി തന്നെയാണ് ഇവിടെ രൈവതൻ എന്ന് പറഞ്ഞത്. ആ രൈവതൻ എന്ത് ചെയ്തു? കഗുദ്മി രേവതീം കന്യാം സ്വാമാദായ വിഭും ഗതഃ. തന്റെ കന്യകയായ രേവതിയെയും കൊണ്ട് വിഭുവിന്റെ അടുത്തേക്ക് പോയി. വിഭു എന്ന് പറഞ്ഞാൽ അവിടെ ബ്രഹ്മദേവൻ. കന്യാവരം പരിപ്രഷ്ടും ബ്രഹ്മലോകമപാവൃതം ആവർത്തമാനേ ഗാന്ധർവേ സ്ഥിതോ അലബ്ധക്ഷണക്ഷണം. കന്യയ്ക്ക് ആരാണ് വരനെന്ന് ചോദിക്കാൻ വേണ്ടി ബ്രഹ്മലോകത്തിലേക്ക് ചെന്നു. അപാവൃതം എന്ന് പറഞ്ഞത് തനിക്ക് മുമ്പിൽ തുറന്നു വെക്കപ്പെട്ടതാണ് ബ്രഹ്മലോകം. തന്നെ ആരും തടയില്ല അവിടെ. ആ ലോകത്തേക്ക് ചെന്നു. ആ സമയത്ത് അവിടെ ഗാന്ധർവം ആവർത്തമാനമായിരുന്നു. ഗാന്ധർവം എന്ന് പറഞ്ഞാലോ സംഗീത നൃത്താദികൾ, അതാണ് ഗാന്ധർവം. അപ്പോ അലബ്ധക്ഷണ ക്ഷണം സ്ഥിത. ആ ബ്രഹ്മദേവന് മുമ്പിൽ അല്പനേരം അപ്പോയിന്റ്മെന്റ് കിട്ടാതെ അവിടെ നിന്നു. ക്ഷണം സ്ഥിത. തദന്തേ ആദ്യം ആനമ്യ സ്വാഭിപ്രായം നിവേദയത്. ആ ഗാന്ധർവം കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ സംഗീത കച്ചേരിയൊക്കെ കഴിഞ്ഞപ്പോൾ അന്തേ ആദ്യം ആനമ്യ, ആദ്യനായ ബ്രഹ്മദേവനെ നമസ്കരിച്ച് സ്വാഭിപ്രായം നിവേദയത്, തന്റെ അഭിപ്രായത്തെ, താൻ വന്ന കാര്യത്തെ നിവേദിച്ചു. തത്ശ്രുത്വ ഭഗവാൻ ബ്രഹ്മ പ്രഹസ്യ തമുവാച. തത്ശ്രുത്വ, ഈ കാര്യം കേട്ടിട്ട് ബ്രഹ്മാവ് ചിരിച്ചു. പ്രഹസ്യ ഉവാച, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അഹോ രാജൻ നിരുദ്ധാസ്തേ കാലേന ഹൃദിയേ കൃതാഹ. അല്ലയോ രാജാവേ, അങ്ങ് അങ്ങയുടെ ഹൃദയത്തിൽ ഏ കൃതാഹ, ആരെയൊക്കെ നിശ്ചയിച്ചിട്ടാണോ വന്നത്, ആരെ കരുതിയാണോ വന്നത്, അവരെല്ലാം കാലേന നിരുദ്ധാഹ, കാലത്താൽ നിരോധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ തിരശീലയ്ക്കപ്പുറത്തേക്ക് പോയി. തൽ പുത്ര പൗത്ര നപ്തൃണാം ഗോത്രാണിച്ച നസൃന്മഹേ. അങ്ങ് ഉദ്ദേശിച്ചിരുന്ന ആളുകളുടെ പുത്രന്മാരോ പൗത്രന്മാരോ നപ്താക്കൾ എന്ന് പറഞ്ഞാൽ പ്രപൗത്രന്മാര്, അവരുടെ ഗോത്രങ്ങൾ പോലും നസൃന്മഹേ കേൾക്കാനില്ല. ഇപ്പോ എത്രയോ തലമുറകൾ കഴിഞ്ഞുപോയി. കാലോപിയാതസ്തൃണവ ചതുർയുഗ വികൽപിത. ഒരുപാട് കാലം കഴിഞ്ഞുപോയി. കാലഹ അഭിയാതഹ ത്രിനവ ചതുർയുഗ വികൽപിത. ത്രിനവ എന്ന് പറഞ്ഞാൽ 27 ചതുർയുഗ. അപ്പൊ ചതുർയുഗങ്ങൾ 27 കഴിഞ്ഞു. 27 ചതുർയുഗങ്ങൾ കഴിഞ്ഞുപോയി. വൈവസ്വതം അനന്തരത്തിൽ ഇപ്പൊ 28ാമത്തെ ചതുർയുഗമാണല്ലോ നടക്കുന്നത്. അതിൽ കലിയുഗമാണല്ലോ നടക്കുന്നത്. അപ്പൊ 27 ചതുർയുഗങ്ങൾ കഴിഞ്ഞു വന്നപ്പോ ആദ്യത്തെ ചതുർയുഗത്തിലുള്ള ആളാണ് ഈ രൈവതൻ. അപ്പൊ 27 ചതുർയുഗങ്ങൾ കഴിഞ്ഞുപോയി. അതുകൊണ്ട് തദ്ഗച്ഛ, പോയാലും. ദേവദേവാംശോ ബലദേവോ മഹാബലഃ. ദേവദേവന്റെ അംശമായ മഹാവിഷ്ണുവിന്റെ അംശമായ ബലദേവൻ മഹാബലവാനായിട്ട് ഭൂമിയിലുണ്ട്. കന്യാരത്നമിതം രാജൻ നരരത്നായ ദേഹിബോഹോ. അങ്ങയുടെ ഈ കന്യാരത്നത്തെ ആ നരരത്നമായ, അല്ലെ, നരരത്നമായ മനുഷ്യോത്തമനായ നരോത്തമനായ ബലരാമസ്വാമിക്ക് ദേഹി കൊടുത്താലും ഭുവോ ഭാരാവതാരായ ഭഗവാൻ ഭൂതഭാവന അവതീർണോ നിജാംശേന പുണ്യശ്രവണ കീർത്തന. ഭൂമിയുടെ ഭാരത്തെ ഇറക്കി വെക്കാനായിക്കൊണ്ട് ഭൂതഭാവനായിട്ടുള്ള ഭഗവാൻ തന്റെ അംശത്തോടുകൂടി പുണ്യശ്രവണ കീർത്തനായ ഭഗവാൻ അവതീർണ, ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. ഇത്യാദിഷ്ടോ അഭിവന്ദ്യാജം നൃപഃ സ്വപുരമാഗതഃ. ഇങ്ങനെ ആദേശിക്കപ്പെട്ട രാജാവ് ആ കഗുദ്മി അഥവാ രൈവതൻ
ഭഗവാനെ ബ്രഹ്മദേവനെ അജനെ അഭിവന്ദിച്ച് സ്വപുരമാഗത തന്റെ പുരത്തിലേക്ക് മടങ്ങി വന്നു. തെക്തം പുണ്യജനത്രാസാത് ഭ്രാതൃഭിർ ദിക്ഷവസ്ഥിതൈഃ സുതാം ദത്വാനവദ്യാംഗീം ബലായ ബലശാലിനെ ബദര്യാഖ്യം ഗതോ രാജാ തപ്തും നാരായണാശ്രമം. അപ്പോ സ്വപുരത്തിലേക്ക് വന്നു. ഭ്രാതൃഭിഹി ദിക്ഷവസ്ഥിതൈഹി ത്യക്ത. ഓരോ ദിക്കുകളിലും തന്റെ സഹോദരന്മാർ പുണ്യജനത്രാസാദ്, പുണ്യജനങ്ങൾ എന്ന് പറഞ്ഞാൽ യക്ഷന്മാര്, രക്ഷസുകൾ മുതലായിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ ഭയന്നിട്ട് തന്റെ സഹോദരന്മാർ ഈ രാജ്യത്തെ ഉപേക്ഷിച്ചു പോയിരിക്കണം. തലമുറകൾ കഴിഞ്ഞിരിക്കണു അതിനുശേഷം. അപ്പോൾ തന്റെ യാതൊരു ബന്ധവുമുള്ള ആളുകളൊന്നും, ആ ഗോത്രങ്ങൾ പോലും അവിടെ ഇല്ല എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞത് ശരിയാണ്. എല്ലാവരും നാട് വിട്ടുപോയി. അതുകൊണ്ട് ആരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തായി? ബലശാലിനെ ബലായ അനവദ്യാംഗിയും സുതാം ദത്വ. ബലശാലിയായ ബലരാമസ്വാമിക്ക് അനവദ്യാംഗി എന്ന് പറഞ്ഞാൽ യാതൊരു അംഗങ്ങൾക്കും ദോഷമില്ലാത്തവൾ എന്ന് പറഞ്ഞാൽ വയസ്സായിട്ടില്ലാത്തവൾ എന്നർത്ഥം. കന്യകയായിരിക്കുന്നവൾ, സുന്ദരിയായിരിക്കുന്നവൾ, മൂക്കിൽ പല്ലൊന്നും മുളച്ചിട്ടില്ല, അല്ലേ? അംഗങ്ങളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം എന്നുള്ള അവസ്ഥയൊന്നും ആയിട്ടില്ല. അംഗവൈകല്യങ്ങളൊന്നും വന്നിട്ടില്ലാത്തവളായ അനവദ്യാംഗിയായ സുതയെ ബലശാലിയായ ബലനായിക്കൊണ്ട് ദത്വ നൽകിയിട്ട് ബദര്യാഖ്യം ഗതോ രാജ തപ്തും നാരായണാശ്രമം, തപസ് ചെയ്യുവാൻ ബദരി എന്ന പേരുള്ള നാരായണാശ്രമത്തിലേക്ക് രാജാവ് ഗതനായി. കഗുദ്മി തപസ് ചെയ്യാനായിട്ട് പോയി. കാരണം ഇനിയിപ്പോൾ തനിക്ക് ഇവിടെ ഒരു കാര്യമില്ല, തന്നെ അറിയുന്നവരാരുമില്ല. അപ്പൊ മകളുടെ ഉത്തരവാദിത്വം മാത്രം ബലരാമസ്വാമിക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആ കഗുദ്മി എന്ന രൈവതൻ തപസ്സിനായി കൊണ്ടുപോയി എന്ന് 9-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിലെ അവസാന കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട് ഈ കഥ പറഞ്ഞിരിക്കണം. 23 മുതൽ 36 വരെയുള്ള, 29 മുതൽ 36 വരെയുള്ള കഥകൾ. നാരായണ 7-8 ശ്ലോകങ്ങളെ കൊണ്ട് ബലരാമസ്വാമിയുടെ കല്യാണ കഥ പറഞ്ഞിരിക്കുന്നു. രേവതിയെ വിവാഹം കഴിച്ചു എന്നുള്ളത്. അതൊക്കെ ഒന്നുകൂടെ ഓർമ്മിച്ചതാണ്. മുമ്പ് എടുത്തിട്ടുള്ളതാണെങ്കിലും അല്ലേ. ഇവിടെ പുരോഹിതം എന്ന് പരീക്ഷത്തിനോട് പറയുമ്പോൾ തലേ ദിവസം പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ 2 ദിവസം മുമ്പേ മിനിഞ്ഞാന്ന് പറഞ്ഞതാണ് അല്ലേ. നമ്മൾ സപ്താഹം വരുമ്പോൾ ഈ നവമസ്കന്ധം വരുന്നത് 4-ാം ദിവസം ഉച്ചയോട് കൂടിയിട്ടാണ്. കൃഷ്ണാവതാരം അന്ന് വൈകുന്നേരം, പിറ്റേ ദിവസം രുക്മിണി സ്വയംവരം. അപ്പോൾ തലേ ദിവസം തന്നെ, തലേ ദിവസം ഉച്ചയോടുകൂടി പറഞ്ഞ കാര്യമാണ്. അതാ പുരാഉദിതം, ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതാണ്. തുടർന്ന് ഭഗവാനപി ഗോവിന്ദഃ ഉപയേമേ കുരുദ്വഃ വൈദർഭീം ഭീഷ്മകസുതാം ശ്രിയോ മാത്രാം സ്വയംവരേ പ്രമഥ്യതരസാരാജ്ഞഃ ശാൽവാദീൻ ചൈദ്യപക്ഷകാൻ പശ്യതാം സർവലോകാനാം താർക്ഷ്യപുത്രഃ സുധാമിവ. ഭഗവാനപി ഗോവിന്ദഃ ഉപയേമേ കുരുദ്വഃ വൈദർഭീം ഭീഷ്മകസുതാം ശ്രിയോ മാത്രാം സ്വയംവരേ പ്രമഥ്യതരസാരാജ്ഞഃ ശാൽവാദീൻ ചൈദ്യപക്ഷകാൻ പശ്യതാം സർവലോകാനാം താർക്ഷ്യപുത്രഃ സുധാമിവ. ഭഗവാനപി ഗോവിന്ദഃ, ഭഗവാൻ ഗോവിന്ദഃ അപി, ആ ഭഗവാൻ ഗോവിന്ദനാകട്ടെ, ഹേ കുരുദ്വഃ, അല്ലയോ കുരുവംശത്തെ വഹിക്കുന്നവനായ പരീക്ഷിത്തെ, വൈദർഭീം ഭീഷ്മകസുതാം ഉപയേമേ, ഭീഷ്മകപുത്രിയായ വൈദർഭിയെ ഉപയമിച്ചു, വിവാഹം കഴിച്ചു. ആരാണ് ഈ വൈദർഭി? ശ്രീയോ മാത്രാം, ശ്രീയുടെ മാത്ര. മാത്ര എന്നാൽ ഇവിടെ അംശം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ലക്ഷ്മീദേവിയുടെ അംശമായിരിക്കുന്ന ആ
വൈദർഭി അഥവാ രുക്മിണീ ദേവിയെ സ്വയംവരേ ഉപയമേ, സ്വയംവരത്തിൽ വെച്ച് ഉപയമിച്ചു, വിവാഹം ചെയ്തു എന്നർത്ഥം. അപ്പോൾ ഏതുപോലെ എന്നൊക്കെ തുടർന്ന് പറയണ പ്രമത്യ തരസാരാജ്ഞഃ ശാൽവാദീൻ ചൈദ്യപക്ഷകാൻ പശ്യതാം സർവലോകാനാം. ആ രാജാക്കന്മാര് ശാൽവാദീൻ ചൈദ്യപക്ഷകാൻ രാജ്ഞഃ തരസാ പ്രമഥ്യ, ശാൽവൻ മുതലായിട്ടുള്ള ചൈദ്യപക്ഷകാൻ, ചൈദ്യൻ എന്ന് പറഞ്ഞാൽ ചേതി രാജാവ്, ശിശുപാലനെ സഹായിക്കാൻ വന്നവരായ രാജാക്കന്മാര്, അതാണ് രാജ്ഞഃ തരസാ പ്രമഥ്യ, ബലാത്കാരേണ മതിച്ച് അവരെയെല്ലാം ജയിച്ച് കീഴ്പ്പെടുത്തി, സർവ്വലോകാനാം പശ്യത, എല്ലാ ലോകത്തിലുള്ള ആളുകളും നോക്കി നിൽക്കേ ആ രുക്മിണീ ദേവിയെ ഭഗവാൻ അപഹരിച്ചുകൊണ്ട്, സ്വയംവരത്തിൽ അപഹരിച്ചുകൊണ്ട് പോയി. ഏതുപോലെ? താർക്ഷ്യപുത്ര സുധാമിവ, താർക്ഷ്യപുത്രൻ ഗരുഡൻ, ഗരുഡൻ സുധയെ എന്ന പോലെ, സുധ അമൃത കലശം. അപ്പോ തൻ്റെ അമ്മയെ അല്ലേ, വിനതയെ കദ്രുവിന്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നാഗങ്ങൾക്ക്, സർപ്പങ്ങൾക്ക് അമൃതകലശം കൊണ്ട് കൊടുക്കണമെന്നുള്ള വാഗ്ദാനം പാലിക്കാനായിക്കൊണ്ട് അദ്ദേഹം കുറച്ച് നേരത്തേക്ക് അമൃതകലശം ഇന്ദ്രനോട് അപേക്ഷിച്ചപ്പോൾ ഇന്ദ്രൻ കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ തൻ്റെ ശക്തി കാണിച്ചുകൊണ്ട് ഗരുഡൻ ദേവന്മാരോട് യുദ്ധം ചെയ്ത് ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് ഗരുഡനെ പ്രഹരിക്കുമ്പോൾ പോലും അതിനെ കൂട്ടാക്കാതെ ചിറകുകൊണ്ട് ഇന്ദ്രനെ അടിച്ചു വീഴ്ത്തി ദേവസൈന്യത്തെ ജയിച്ച്, എങ്ങനെയാണോ ഗരുഡൻ അമൃതകലശം എടുത്തുകൊണ്ട് തൻ്റെ അമ്മയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് വന്നത്. അങ്ങനെ വരുമ്പോഴാണല്ലോ കാളിന്തി തീരത്ത് വിശ്രമിച്ചപ്പോൾ ആ എന്താ പറയുക, കടമ്പ വൃക്ഷത്തിൽ അല്പം വിശ്രമിച്ച് ആ കടമ്പ വൃക്ഷത്തിൽ ഒരു തുള്ളി അമൃതം സ്പർശിച്ചതുകൊണ്ട് അത് ഇന്നും നിലനിൽക്കുന്നു എന്നൊക്കെയുള്ള കഥയൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഗരുഡൻ എങ്ങനെ ദേവന്മാരെ ജയിച്ച് അവരിൽ നിന്ന് തനിക്ക് കൂടി അർഹതയുള്ള അമൃതകുംഭത്തെ തട്ടിയെടുത്തത്. കാരണം ഈ പാലാഴി മദനത്തിൽ ആദ്യം സഹായിച്ച ആളാണ് ഗരുഡൻ. മന്ദരപർവ്വതം പകുതി വഴിയിൽ വീണുപോയപ്പോൾ ഭഗവാൻ ഗരുഡന്റെ പുറത്താണ് അതിനെ എടുത്തു വെച്ച് കൊണ്ടുവന്നത്. അപ്പോൾ ഗരുഡനും അമൃതത്തിന് അർഹതയുണ്ട്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ സ്വയംവര കഥയെ ഇവിടെ സൂചിപ്പിച്ചു, ചുരുക്കി പറഞ്ഞു. ഭഗവാനപി ഗോവിന്ദഃ ഉപയേമേ കുരുദ്വഃ വൈദർഭീം ഭീഷ്മകസുതാം ശ്രിയോ മാത്രാം സ്വയംവരേ പ്രമഥ്യവരസാരാജ്ഞഃ ശാൽവാദീൻ ചൈദ്യപക്ഷകാൻ പശ്യതാം സർവലോകാനാം താർക്ഷ്യപുത്രസുധാമിവ. ഇങ്ങനെ ചുരുക്കി പറഞ്ഞപ്പോ പരീക്ഷത്തിന് സംശയമായി. ബലരാമസ്വാമിയുടെ കല്യാണം പറഞ്ഞതുപോലെ ചുരുക്കിയിട്ട് ഭഗവാൻ സുഖബ്രഹ്മർഷി മറ്റു കഥകളിലേക്ക് പോകുമോ എന്ന്. അതുകൊണ്ട് രുക്മിണി സ്വയംവര കഥ വിസ്തരിച്ച് കേൾക്കാനായിക്കൊണ്ട് അദ്ദേഹം ചോദ്യം ചെയ്യാണ്, തന്റെ ജിജ്ഞാസയെ സുഖബ്രഹ്മർഷിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. രാജോവാച ഭഗവാൻ ഭീഷ്മകസുതാം രുക്മിണീം രുചിരാനനം രാക്ഷസേന വിധാനേന ഉപയേമ ഇതി ശ്രുതം ഭഗവൻ ശ്രോതുമിച്ഛാമി കൃഷ്ണസ്യാമിത തേജസഃ യഥാ മാഗധശൽവാദീൻ ജിത്വാ കന്യാം ഉപാഹരത് ബ്രഹ്മൻ കൃഷ്ണകഥാ പുണ്യാഃ സാധ്വീർലോകമലാപഃ കോനു തൃപ്യേത ശൃണ്വാനഃ കൃതജ്ഞോ നിത്യനൂതനഃ. ഇപ്പൊ 3 ശ്ലോകങ്ങളെ കൊണ്ട് ആ രുക്മിണി സ്വയംവരം കഥ വിസ്തരിച്ച് കേൾക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. രാജോവാച ഭഗവാൻ ഭീഷ്മകസുതാം രുക്മിണീം രുചിരാനനം രാക്ഷസേന വിധാനേന ഉപയേമ ഇതി ശ്രുതം. താൻ ഭഗവാന്റെ ഈ വിവാഹകഥ കേട്ടിട്ടുണ്ട്. ഇതി ശ്രുതം, ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെ കേട്ടിട്ടുണ്ട്? ഭഗവാൻ കൃഷ്ണൻ രുചിരാനനാം ഭീഷ്മകസുതാം രുക്മിണി,
രുചിരമായ ആനനത്തോടു കൂടിയവൾ, നല്ല സുന്ദരമായ മുഖത്തോടു കൂടിയവളായ ഭീഷ്മക രാജാവിന്റെ പുത്രിയായ രുക്മിണിയെ രാക്ഷസേന വിധാനേന ഉപയമേ, രാക്ഷസ വിധിപ്രകാരം ഉപയമിച്ചിട്ടുണ്ട്. ഇതി ശ്രുതം, ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ രാക്ഷസ വിധി എന്ന് പറഞ്ഞാല് കന്യകയുടെ സമ്മതമുണ്ട്, പക്ഷെ ബാക്കി ബന്ധുക്കൾക്കൊന്നും സമ്മതമില്ലാതിരിക്കുമ്പോൾ തട്ടിക്കൊണ്ടുപോകുന്നതാണ് രാക്ഷസ വിധി. അപ്പൊ അങ്ങനെയുള്ള പ്രകാരത്തിൽ എതിരാളികളെയൊക്കെ ജയിച്ച് ബലം പ്രയോഗിച്ചുകൊണ്ട് കന്യകയെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ഭഗവൻ ശ്രോതുമിച്ഛാമി കൃഷ്ണസ്യാമിത തേജസഃ യദാ മാഗധശാൽവാദീൻ ജിത്വാ കന്യാം ഉപാഹരത്. ഹേ ഭഗവൻ, അല്ലയോ സർവജ്ഞനായ ശ്രീശുക ബ്രഹ്മർഷേ, അഹം ശ്രോതുമിച്ഛാമി, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്ത്? അമിത തേജസഃ കൃഷ്ണസ്യ മാഗധശാൽവാദീൻ യഥാ ജിത്വാ കന്യാമുപാഹരത് ഇതി. അമിത തേജസ്വിയായ പ്രഭാവശാലിയായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ എപ്രകാരമാണ് ആ മാഗധൻ, ജരാസന്ധൻ, സാൽവൻ മുതലായിട്ടുള്ള രാജാക്കന്മാരെ ജിത്വ, ശിശുപാല പക്ഷപാതികളായിട്ടുള്ള ആളുകളെയൊക്കെ ജയിച്ച് കന്യാമുപാഹരത്, എപ്രകാരമാണ് കന്യയെ അപഹരിച്ചു കൊണ്ടുപോയത് എന്ന് കേൾക്കാൻ ഇച്ഛിക്കുന്നു. ശ്രോതുമിച്ഛാമി. ബ്രഹ്മൻ കൃഷ്ണകഥാ പുണ്യാഃ സാധ്വീർലോകമലാഭഃ കോനു തൃപ്യേത ശൃണ്വാനഃ ശ്രുതജ്ഞോ നിത്യനൂതനാഃ. അല്ലയോ ബ്രഹ്മൻ, സർവജ്ഞനായ ബ്രഹ്മജ്ഞാനിയായ സുഖബ്രഹ്മർഷേ, കൃഷ്ണകഥാഃ പുണ്യാഃ, കൃഷ്ണകഥകൾ വളരെ പുണ്യമായിട്ടുള്ളവയാണ്, കേൾക്കുന്നവരെ ശുദ്ധീകരിക്കുന്നവയാണ്. സാധ്വീഹി, സാധുവായിട്ടുള്ളവയാണ്, ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്, അത് സുഖത്തെ ഉണ്ടാക്കുന്നതാണ്. ലോകമലാപഹ, ലോകത്തിന്റെ മലങ്ങളെ അപഹരിക്കുന്നതാണ്, പാപങ്ങളെ ദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന, കേൾക്കുന്നവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ശക്തിയുള്ളതാണ് ഭഗവാന്റെ കഥകൾ. അങ്ങനെയുള്ള നിത്യനൂതനാഹ ശൃണ്വാനഃ, നിത്യനൂതനങ്ങൾ, ഭഗവാന്റെ കഥകൾ എന്നും പുതിയതുപോലെയാണ്, എത്ര കേട്ടാലും നമുക്കൊരു മടുപ്പും ഉണ്ടാവില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാന്റെ കഥകൾ കേൾക്കുന്ന ശ്രുതജ്ഞഃ കഹ തൃപ്യേതാനു. ശ്രുതജ്ഞഃ എന്ന് പറഞ്ഞാൽ കേട്ടതിൻ്റെ മഹത്വം അറിയുന്ന, സാരമറിയുന്ന, എന്താണ് കേൾക്കേണ്ടത് എന്ന് വകതിരിവുള്ള ഒരാൾ. കഹ തൃപ്യേത, തൃപ്തനായിത്തീരുക. അപ്പോൾ ഭഗവാന്റെ കഥയുടെ മാഹാത്മ്യം അറിയുന്ന ഏതെങ്കിലും ഒരു വിവേകമുള്ള ഒരാള് ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് മതിയായി എന്ന് പറയുമോ, തൃപ്തനായി എന്ന് പറയുമോ? ഒരിക്കലും തൃപ്തിയാവില്ല. അപ്പൊ ഞാൻ മുമ്പ് അല്പമൊക്കെ കേട്ടിട്ടുണ്ട് ഈ കൃഷ്ണ വിവാഹ കഥയൊക്കെ, പക്ഷെ എനിക്ക് തൃപ്തിയായിട്ടില്ല, ഇനിയും കേൾക്കണം. ഇപ്പൊ കേട്ടാലും അത് നവീനം തന്നെയാണ്, അതുകൊണ്ട് വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ, ഭഗവാന്റെ വിവാഹ കഥ കേൾക്കാനുള്ള തൻ്റെ ശ്രദ്ധയെ, തൻ്റെ താല്പര്യത്തെ ഇവിടെ അവതരിപ്പിച്ചു. ഇനിയാണ് രുക്മിണീ സ്വയംവര കഥയിലേക്ക് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്ത് രാജാവിനെയും നമ്മളെയും കൂട്ടിയിട്ട് പോകുന്നത് നാളെ രാവിലെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ രാവിലെ 11 മണിക്ക് നോക്കാം. രുക്മിണി സ്വയംവര കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ വരിക, പുതിയ ആളുകളെയൊക്കെ കൂട്ടിയിട്ട് വരിക, അല്ലേ? ഓ, എല്ലാവർക്കും ശുഭരാത്രി. ഹരി ഓം.